നിങ്ങൾ ഇങ്ങനെ പറയണ്ട. നിങ്ങൾ മെസ്സിയെ കൊണ്ടുവരുന്ന പറ്റിച്ചുകൊണ്ടാണ് നിങ്ങൾ അപ്പുറത്തിരിക്കേണ്ടി വന്നത്. ഓർക്കണം. ഇത് പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ലീഡർ കെ കരുണാകരനെയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഫുട്ബോളിന് കൊടുത്തൊരു പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം സർ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേരിട്ട് കാണുന്ന ട്രോഫി കാണുന്നത് VP സത്യൻ. കസേര തെറിച്ചത് എങ്ങനെയെന്ന് പറയിപ്പിക്കരുത്. സഭയിൽ CPM നിരകളെ ഒന്നടങ്കം വെട്ടി തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യരുടെ മാസ് മറുപടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കനത്ത തരംഗമാവുകയാണ്. കേരള നിയമസഭയിൽ കായിക വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന CPM നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു സന്ദീപ് വാര്യരുടെ കടുത്ത പരിഹാസം. അർജന്റീനയുടെ ഇതിഹാസ താരം ലയണൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് മുൻപ് ജനങ്ങളെ പറ്റിച്ചതുകൊണ്ടാണ് CPM-ന് ഭരണം നഷ്ടപ്പെട്ട് അപ്പുറത്ത്, അതായത് പ്രതിപക്ഷ കസേരയിൽ ഇരിക്കേണ്ടി വന്നതെന്ന സന്ദീപ് വാര്യരുടെ ഡയലോഗ് സഭയിൽ വലിയ കയ്യടിയാണ് നേടിയത്. പ്രസംഗത്തിൽ മുൻ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരന്റെ കായിക സംഭാവനകളെ കോൺഗ്രസ് MLA ആയ സന്ദീപ് വാര്യർ പ്രത്യേകം പ്രശംസിച്ചു. തന്റെ കുട്ടിക്കാലത്ത് VP സത്യൻ സന്തോഷ് ട്രോഫിയുമായി വരുന്നത് പാലക്കാട് വെച്ച് നേരിട്ട് കണ്ട അനുഭവം പങ്കുവെച്ച അദ്ദേഹം അന്ന് കേരളം ജയിച്ചതിന്റെ പിറ്റേന്ന് ലീഡർ പൊതു അവധി പ്രഖ്യാപിച്ച ചരിത്രവും ഓർമ്മിപ്പിച്ചു. CV പാപ്പച്ചന്റെ വിഖ്യാതമായ ഗോളിന് സാക്ഷ്യം വഹിച്ച മഹാരാജാസ് ഗ്രൗണ്ടിലെ ഓർമ്മകളും കൊച്ചി കലൂർ സ്റ്റേഡിയവും തിരുവനന്തപുരത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയവുമെല്ലാം കെ കരുണാകരന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണെന്ന് അദ്ദേഹം സഭയെ ഓർമ്മിപ്പിച്ചു. ഒപ്പം കായിക മേഖലയെ വളർത്തുന്നത് ലഹരിക്കെതിരെയുള്ള ഏറ്റവും വലിയ പോരാട്ടമായി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലബാർ മേഖലയിലെ സെവൻസ് ഫുട്ബോളിനെ തകർക്കാൻ ശ്രമിക്കുന്ന BJP നിലപാടിനെയും സന്ദീപ് വാര്യർ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. വിദേശ കളിക്കാർക്ക് വിസ നൽകാതെ ബുദ്ധിമുട്ടിക്കുന്നതും ക്ലബ് മാനേജർക്ക് നോട്ടീസ് അയച്ച് വേട്ടയാടുന്നതും കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മുഹമ്മദ് റാഫിയെയും സുരേഷിനെയും പോലുള്ള ഇതിഹാസ താരങ്ങളെ രാജ്യത്തിന് സംഭാവന ചെയ്ത തന്റെ മണ്ഡലമായ തൃക്കരിപ്പൂരിൽ ലീഡർ കെ കരുണാകരന്റെ സ്മരണക്കായി ഒരു ലോകോത്തര ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കണമെന്ന ശക്തമായ ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ സെൽഫ് ഗോൾ ആൻഡ്രസ് എസ്കോബറിന്റേതാണെന്ന് താൻ കരുതിയെന്നും എന്നാൽ PM-ശ്രീ പദ്ധതിയെ മുൻപെതിർത്ത CPM-ന്റേതാണ് അതിലും വലിയ സെൽഫ് ഗോൾ എന്ന് പരിഹസിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. നിങ്ങൾ ഇങ്ങനെ പറയണ്ട. നിങ്ങൾ മെസ്സിയെ കൊണ്ടുവരുന്ന പറ്റിച്ചുകൊണ്ടാണ് നിങ്ങൾ അപ്പുറത്തിരിക്കേണ്ടി വന്നത്. ഓർക്കണം. ഇത് പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ലീഡർ കെ കരുണാകരനെയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഫുട്ബോളിന് കൊടുത്തൊരു പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം സർ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേരിട്ട് കാണുന്ന ട്രോഫി കാണുന്നത് VP സത്യൻ കോയമ്പത്തൂരിൽ നിന്ന് നമ്മള് 19 വർഷത്തിന് ശേഷം സന്തോഷ് ട്രോഫി ജയിച്ച് ബസ്സിൽ ഈ ട്രോഫി ഇങ്ങനെ വെച്ച് വരുമ്പോ പാലക്കാട് കോട്ടമൈതാനത്ത് ഒരു കുട്ടിയായിട്ട് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അന്നാണ് ആദ്യമായിട്ട് ഈ സന്തോഷ് ട്രോഫി കാണുന്നത്. അത് വലിയ സന്തോഷം. അതിന്റെ പിറ്റേ ദിവസം കേരളത്തിന് പൊതു അവധി പ്രഖ്യാപിച്ചു സർ. അതിന്റെ പിറ്റേ വർഷം മഹാരാജാസ് ഗ്രൗണ്ടിൽ നടന്ന സന്തോഷ് ട്രോഫിയിൽ കേരളം വീണ്ടും ജയിച്ചു സർ. അന്ന് 2-0 മഹാരാഷ്ട്രയെ നമ്മൾ തോൽപ്പിച്ചു. നമ്മുടെ CV പാപ്പച്ചൻ അതിമനോഹരമായിട്ടുള്ള, ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ള ഡ്രിബിൾ ചെയ്തിട്ടുള്ള ഒരു ഗോൾ നേടി. അത് ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ആ സന്തോഷ് ട്രോഫി നേടിയപ്പോ അന്ന് ട്രോഫി കൊടുക്കാൻ പോയിട്ടുള്ള അന്നത്തെ ലീഡർ കെ കരുണാകരൻ മുഖ്യമന്ത്രി അടുത്ത വർഷം കേരളത്തിൽ ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടെന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനമാണ് കൊച്ചിയിലെ കലൂരിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയമായി മാറിയത്. അത് മാത്രമല്ല, കേരള പോലീസിലെ അന്ന് കളിച്ചിരുന്ന എല്ലാ കളിക്കാർക്കും പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് ലീഡർ വലിയൊരു ഇടപെടൽ നടത്തി. അതുപോലെ തന്നെ സർ 86-ല് ഇവിടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം നെഹ്റു കപ്പിന് വേണ്ടിയിട്ട് അന്ന് അത് നിർമ്മിച്ചതും ലീഡർ കെ കരുണാകരനായിരുന്നു. പക്ഷെ അതിനുശേഷം ഫുട്ബോളിന് നമുക്ക് ഈ പ്രകടനപരതയ്ക്കപ്പുറം ഫുട്ബോളിന് വേണ്ടി വാസ്തവത്തിൽ ഗവൺമെന്റുകൾ ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം ആദ്യമായിട്ടാണ് വാസ്തവത്തിൽ ഈ തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും ഒക്കെ സ്റ്റേഡിയങ്ങൾ പറയുന്നത് സർ മലബാറിൽ നിന്ന് ഫുട്ബോൾ പ്രേമികൾ വരുന്നത് കൊണ്ടാണ്. ആദ്യമായിട്ട് മലബാറിന് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം ഈ ബജറ്റിലെടുത്ത മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കും. സർ, 1-2 കാര്യങ്ങളോട് പറയാനുണ്ട്. സർ, ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടം നടക്കുകയാണ്. വാസ്തവത്തിൽ ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിച്ചാൽ ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടമായിട്ട് അത് മാറും. 1-2 കാര്യങ്ങൾ പറയണ്ട സർ. ഇവിടെ BJP-യുടെ പ്രതിനിധികൾ ഇരിക്കുന്നുണ്ട്. അവരെ ശ്രദ്ധയ്ക്ക് വേണ്ടി, രാഷ്ട്രീയമില്ല സർ, അവര് ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാണ് സർ. മലബാർ മേഖലയിലെ സെവൻസ് ഫുട്ബോൾ കളിക്കാൻ വരുന്ന ആളുകൾക്ക്, ഇപ്പൊ വിദേശ താരങ്ങൾക്ക് സാധാരണ മുൻപ് വിസ കൊടുക്കുമായിരുന്നു.